Hello, my dear beautiful boys and beautiful girls. Everybody happy? I am here. Joby വയലങ്കൽ. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടുണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് മുടി കൊഴിച്ചിലെന്ന് പറഞ്ഞാൽ. സാധാരണ നമുക്കറിയാം, ഒന്ന് മുടി കൊഴിച്ചിൽ സ്ഥിരമായിട്ട് അങ്ങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കഷണ്ടി വരെ പൂർണ്ണമായിട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം അങ്ങനത്തെ ഉള്ളത്. എന്നാലും നമുക്കറിയാം, ഈ മുടി കൊഴിച്ചിലിന് പ്രധാനമായിട്ടുള്ള 90% പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിത രീതി തന്നെയാണ്. നമ്മുടെ ജീവിത രീതി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം തന്നെ. പണ്ടൊക്കെ നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിച്ചിരുന്ന കാലമൊക്കെ മാറി ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് മിക്കവാറും വാട്ടർ ടാങ്കിലാണ് ആശ്രയിക്കുന്നത്. ഈ വാട്ടർ ടാങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പൈപ്പ് വെള്ളത്തിൽ നിന്ന് വരുന്ന എല്ലാ വെള്ളത്തിലും അവർ ക്ലോറിൻ കലർത്താറുണ്ട്. ഈ ക്ലോറിൻ നമ്മുടെ ശരീരത്തിൽ വളരെയധികം ദോഷം ചെയ്യും. നമ്മുടെ ഈ മുടിയുടെ കൊഴിച്ചിലിനും അതോടൊപ്പം തന്നെ മുടിയുടെ വളർച്ചയും ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഈ ക്ലോറിൻ എന്ന് പറയുന്നത്. എനിവേ, എന്തായാലും ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് നമ്മുടെ മുടിയെ സംരക്ഷിച്ചേ പറ്റുള്ളൂ, അതും നാച്ചുറലായിട്ട് തന്നെ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. അങ്ങനെ 100% നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ മുടിയെ സംരക്ഷിക്കാൻ വളരെ ഈസി മാർഗ്ഗമാണ്. എന്നാലും അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് വെൽക്കം ടു മൈ ചാനലായ ജോബി വയലങ്കൽ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ 4 മീഡിയം വലിപ്പത്തിലുള്ള സവോളയാണ്. അതല്ല എങ്കിൽ നല്ല വലിപ്പത്തിലുള്ള 2 സവോളയാണെങ്കിലും മതി. ഇതെല്ലാം ചെറിയ ഒരു മീഡിയം വലിപ്പമായതുകൊണ്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ജാറിൻ്റെ അകത്തിട്ട ശേഷം ശരിക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് നമുക്ക് അരഞ്ഞ് കിട്ടും. ജസ്റ്റ് ഇതുപോലെ ഒന്ന് അരഞ്ഞ് കിട്ടിയ ശേഷം നമുക്ക് ഇതിലേക്ക് ഒരല്പം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും വെള്ളം ഒഴിച്ച ശേഷം നമുക്ക് ഒന്നുകൂടി ശരിക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒന്നുകൂടെ അരച്ച ശേഷം ഇതുപോലെ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇത് ശരിക്ക് ഇതിൻ്റെ അകത്തെ ആ ജ്യൂസ് മാത്രം നമുക്ക് എടുക്കണം. അതുകൊണ്ട് ശരിക്കും അരിച്ചെടുക്കാം. അതിനായിട്ട് നമുക്കൊരു അരിപ്പ് എടുത്ത ശേഷം ശരിക്ക് അരിച്ചെടുക്കാം. ഇതിലേക്ക് ഒരല്പമായിട്ട് ഇങ്ങനെ ഇടുക. അതിന് ശേഷം നമുക്ക് സാവധാനം നമുക്ക് ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് ഇതുപോലെ ഒരു സ്പൂണിട്ട് ഇളക്കിയിട്ട് ഈ ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് ഊറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ജ്യൂസ് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഇതുപോലത്തെ നല്ല ഒരു ജ്യൂസ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഈ ജ്യൂസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ അതിനു മുമ്പ് 2 രീതിയിൽ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. എന്തായാലും അതുകൊണ്ട് തന്നെ നമുക്കൊരല്പം ഇതിന് പകരം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, ഇനി നമുക്കത് 2 രീതിയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം ഉണ്ടാക്കിയേക്കുന്ന ഈ ഒരു ജ്യൂസ് നമുക്ക് ഇതുപോലെ ചെറിയൊരു ബോട്ടിൽ എടുക്കാം. ഈ ബോട്ടിലിൻ്റെ അകത്ത് നമുക്ക് നിറച്ച് വെക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം നമുക്കിത് ഉപയോഗിക്കാം. ബോട്ടിലാക്കിയ ശേഷം നമുക്ക് ക്ലോസ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാവുന്നതേ ഉള്ളൂ. മാക്സിമം 3 അല്ലെങ്കിൽ 4 ദിവസത്തേക്ക്. ഇനി രണ്ടാമത്തെ രീതി എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ജ്യൂസിലേക്ക് നമുക്ക് ഒരല്പം വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ വൈറ്റമിൻ ഇ കണ്ടൻറ്റ് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇവിയോൺ 400 എന്ന ഈ ഒരു പച്ച ക്യാപ്സ്യൂളിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ കണ്ടൻറ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. 2 ക്യാപ്സ്യൂള് നമുക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് ക്യാപ്സ്യൂൾ എടുക്കുക. അതിനുശേഷം കട്ട് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാം. ഓക്കെ, രണ്ട് ക്യാപ്സ്യൂൾ ആഡ് ചെയ്ത ശേഷം ശരിക്കും ഇത് മിക്സ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നവർക്കെന്ന് വെച്ചാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നതോടുകൂടി തന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഡാൻഡ്രഫിനെ കുറയ്ക്കാൻ വേണ്ടി ഒരുപാട് നമ്മളെ സഹായിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നമ്മൾ ഇതുപോലെ എടുത്ത് ഈ ഒരു ബോട്ടിൽ എടുത്തേക്കുന്ന ഈ ഒരു ജ്യൂസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഒന്നെങ്കിൽ കയ്യിൽ ഇതുപോലെ എടുത്ത ശേഷം തലയിൽ സാവധാനം തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഓക്കെ, അതല്ല എങ്കിൽ തലയിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒഴിച്ച ശേഷം എണ്ണയൊക്കെ തേക്കുന്ന പോലെ ഇങ്ങനെ തേക്കാം. ഓക്കെ, പിന്നെ ഒരു
കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ തേക്കുമ്പോൾ നമ്മൾ ശരിക്കും മുടി കൊഴിയുന്ന ചില പോർഷൻ കാണുമായിരിക്കും. അവിടങ്ങളിൽ കൂടുതൽ ഇത് അപ്ലൈ ചെയ്യാം. അതിനുശേഷം അപ്ലൈ ചെയ്ത ശേഷം ശരിക്കും മസാജ് ചെയ്യാം. തലമുടി ശരിക്കും മസാജ് ചെയ്യുക. ഓക്കെ, കാരണം നമ്മുടെ ഈ ഒഴിച്ചിരിക്കുന്ന ഈ ഒരു ഒനിയൻ ജ്യൂസ് പൂർണ്ണമായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ശരിക്കും വരണം, ശരിക്കും പറ്റി പിടിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഒനിയൻ ജ്യൂസിനകത്ത് നമ്മൾ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ആഡ് ചെയ്തിട്ടുണ്ട് 2 അങ്ങനെ ചെയ്യുന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഡാൻഡ്രഫിനെ കൂടെ ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും. സോ ഡാൻഡ്രഫ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ മുടി പൊഴിയുന്നതിന് വളരെയധികം സഹായകരമാണ്. അതുകൊണ്ട് ആ ഡാൻഡ്രഫിനെ നമുക്ക് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് ഇതുപോലെ ഒരു പഞ്ഞി, സാധാരണ ഒരു പഞ്ഞി എടുക്കാം. പഞ്ഞി ഇതുപോലെ ഈ ഒനിയൻ ജ്യൂസിലും അതോടൊപ്പം തന്നെ വൈറ്റമിൻ ഇ ക്യാപ്സൂളിൻ്റെയും കൂടെ ആ ഒരു ജ്യൂസിൽ മുക്കിയ ശേഷം നമുക്ക് എവിടെയൊക്കെയാണ് മുടി സാധാരണ രീതിയിൽ ലോസ് ആകുന്നത്, ഇപ്പോൾ ഈ ഒരു പോർഷനിലൊക്കെ ലോസ് ആകുന്നതെങ്കിൽ ശരിക്കും ഇങ്ങനെ വരഞ്ഞു വെച്ച ശേഷം ഇതിൻ്റെ നമ്മുടെ ഈ തലയോട്ടിയുടെ ഈ പോർഷനിലൊക്കെ ശരിക്കും ഇതുപോലെ ഒന്ന് സാവധാനം ഒന്ന് പഞ്ഞി ഉപയോഗിച്ച് ഇതുപോലെ പ്രസ് ചെയ്യും. അപ്പോൾ പഞ്ഞിയിൽ അടങ്ങിയിരിക്കുന്ന ഈ ഘടകങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ തലയോട്ടിയിൽ വരും. അപ്പോൾ അങ്ങനെ തലമുടിയുടെ എല്ലാ പോർഷനിലുമായിട്ട് ശരിക്കും നമ്മൾ തേച്ച് പിടിപ്പിക്കാം. ഇത് 2 ജ്യൂസും നമുക്ക് ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ചെയ്യുക, ഒരുപാട് മുടി പൊഴിയുന്ന പ്രത്യേകിച്ച് സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിൽ ശരിക്കും അപ്ലൈ ചെയ്യുക. അതിനുശേഷം ബാക്കി എല്ലാ സ്ഥലങ്ങളും അപ്ലൈ ചെയ്യുക. അങ്ങനെ ശരിക്കും അപ്ലൈ ചെയ്ത ശേഷം ശരിക്കും മസാജ് ചെയ്യുക. അങ്ങനെ അരമണിക്കൂർ, ഏറ്റവും കുറഞ്ഞ അരമണിക്കൂർ. ഞാൻ അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു ബേസിക്കാണ്. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറാണ് ഏറ്റവും നല്ലത് വർക്കൗട്ട് ആകാൻ വേണ്ടി. 1 മണിക്കൂർ ഇതേപോലെ തന്നെ സൂക്ഷിക്കുക. അതിനുശേഷം പോയി വാഷ് ചെയ്യുക. പിന്നെ ഒനിയൻ ജ്യൂസിന് ഒരു അല്പം സ്മെല്ലുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അല്പം മണമുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് രാത്രി നിങ്ങൾ ജോലിയോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം റൂമിൽ വന്ന ശേഷം അല്ലെങ്കിൽ വീട്ടിൽ വന്ന ശേഷം ഇത് ചെയ്യുക. അതിനുശേഷം 1 മണിക്കൂറിന് ശേഷം കുളിക്കുക. ഓക്കെ, കുളിക്കുമ്പോൾ നിങ്ങൾ ഷാമ്പു ഉപയോഗിക്കണം അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഷാമ്പുവോ സോപ്പോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ അപ്ലൈ ചെയ്തേക്കുന്ന സാധനങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് നഷ്ടമാവും. സോ അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ ശരിക്കും ഒന്ന് വാഷ് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം രാത്രി കിടന്നുറങ്ങി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കുള്ള മണമൊന്നും നമ്മുടെ മുടിയിൽ നിൽക്കില്ല. ഈ ഒനിയന് അതിനുമാത്രം സ്ട്രോങ് മണമൊന്നുമില്ല. കൂടിയത് 3-4 മണിക്കൂർ നേരത്തേക്ക് നിൽക്കാനുള്ള മണമേ കാണും. അതുകൊണ്ട് തന്നെ രാത്രി തന്നെ മണം പൊക്കോളും. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുടി നരയ്ക്കുന്നതിന് അകാലം നരയുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്ത് നിർത്താൻ സാധിക്കും. അങ്ങനെ ആഴ്ചയിൽ 4-5 തവണ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പിന്നെ നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ ഒരു ബോട്ടിൽ എന്ന് വെച്ചാൽ 3-4 ദിവസത്തേക്ക് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ 2 രീതിയിലും 100% നമുക്ക് റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിലും ഒരു തർക്കമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും ചെയ്ത് നോക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് മനോഹരം. നമുക്ക് കാണാൻ മറ്റൊരു എപ്പിസോഡ് മറ്റൊരു വിഷയവുമായി ഞാൻ വരും, നിങ്ങളുടെ സ്വന്തം ജോബി വായന. അതുവരേക്കും ഷോർട്ട്. കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കുമായി എൻ്റെ 3 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലങ്കൽ.